വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ പോലെ മേക്കപ്പ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ സൺസ്ക്രീൻ ഇടുമ്പോൾ അത് ഒക്കെ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ വേർക്കാൻ തുടങ്ങും. എനിക്ക് പക്ഷെ അത് എപ്പോഴും ഉണ്ടാവില്ല, വല്ലപ്പോഴും ആണ്. അത് ഈവൻ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാലും ഉണ്ടാവും. പിന്നെ ഞാനിങ്ങനെ ഹറിബറിയായിട്ട് അങ്ങനെ ഓടിച്ചാടി എന്തൊക്കെ ചെയ്യുന്നതാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പം ഞാനിങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ അന്വേഷിച്ച് ഇങ്ങനെ വേർക്കാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ മേക്കപ്പോ സൺസ്ക്രീനോ ഇട്ട് കഴിഞ്ഞാലും. അത് റീസെൻ്റായിട്ട് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുമ്പോൾ അതിലൊരു ഇൻഫ്ലുവൻസർ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു, ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ. അങ്ങനെ ഞാൻ ഫൈനലി അത് മേടിച്ചു, ആമസോണിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെ സ്വെറ്റിംഗ് ഉണ്ടാവുന്നത് കുറക്കാൻ അവർ പറയുന്നുണ്ട്. എന്തായാലും നമുക്കത് നോക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ ഒരു കുട്ടി മേക്കപ്പും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നില്ല, നേരെ വീഡിയോയിലോട്ടേക്ക്. നമ്മൾ പണിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം തന്നെ നമുക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. നമുക്കാദ്യം തന്നെ ബേസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന മോയ്സ്ചറൈസർ ഫേസ് ഷോപ്പിൻ്റെ റൈസ് ആൻഡ് സെറാമൈഡ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ഞാൻ ആക്ച്വലി 2 മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സെറാവയുടെയും ഒന്ന് ഈ ഫേസ് ഷോപ്പിൻ്റെയും. രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. രണ്ടും സെറാമൈഡ് അടങ്ങിയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫേസ് ഷോപ്പിൻ്റെ ഇതെടുക്കാം. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സാധനം നമ്മുടെ സ്വെറ്റിനെയൊക്കെ ഒന്ന് വലിച്ചെടുക്കുന്ന സാധനം. അതുകൊണ്ട് നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ലിപ്സ് ഓൾറെഡി ഹൈഡ്രേറ്റഡ് ആണ്. ഞാൻ നേരത്തെ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. സൺസ്ക്രീൻ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഈ ഫേവറേറ്റ് ബ്യൂട്ടി ഓഫ് ജോസോൺ ആണ്. അതിൻ്റെ സൺസ്ക്രീനാണ്. സൺസ്ക്രീനും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഡെയിലി യൂസിന് ഞാനൊരു കുറച്ചൊരു എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൺസ്ക്രീനും പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളെ ഫേവറേറ്റ് ബ്യൂട്ടി ഓഫ് ജോസോണാണ് എടുക്കുന്നത്. ഇതില്ലേ, ഇത് ശരിക്കും ഞാൻ ഇതിന് അഡിക്റ്റഡ് ആണ്. പക്ഷേ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. 1500 എന്തെങ്കിലും സെയിൽ വരുമ്പോൾ നമുക്ക് 1000-ന് കിട്ടും കേട്ടോ. അപ്പം ഇത് വല്ലാണ്ട് ഇത് അഡിക്റ്റഡ് ആയിപ്പോൾ. ഒരു തവണ നമ്മൾ എനിക്കങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല. ഒരു തവണ ഇത് യൂസ് ചെയ്തപ്പോഴത്തേനും പിന്നെ ഞാൻ ഇതിന് അഡിക്റ്റഡായി. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ 3ാമത്തെ ട്യൂബാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് സംഭവം ഒരു മോയ്സ്ചറൈസറിനെ പോലെ തന്നെയാണ് കേട്ടോ. ഇത് ഇടുമ്പോൾ സെപ്പറേറ്റ് മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അത്രമാത്രം ഇത് ഹൈഡ്രേറ്റും കൂടെ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലത്. എക്സ്ട്രീം ഡ്രൈ സ്കിന്നുകാർക്കാണിത് ശരിക്കും നല്ലത്. സൺസ്ക്രീനൊക്കെ സ്കിന്നിലോട്ടേക്ക് അബ്സോർബ് ആവട്ടെ. അതുവരെ നമുക്ക് ഒരു കാര്യം പറയാം. മറ്റൊന്നുമല്ല, ആമസോണിൽ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ നടക്കുന്നുണ്ട് മാർച്ച് 1 മുതൽ മാർച്ച് 9 വരെ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട്സും ഡീൽസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഷോപ്പിംഗ് പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ ഈ ഡേറ്റ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. അപ്പം ഇനി പരിപാടി എന്ന് പറയുന്നത് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യണം. അതുപിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു മൈക്രോ പ്രെസിഷൻ പെൻസിലാണ് എടുക്കുന്നത്. ഈ ഒരു സാധനം കാണുന്നുണ്ടോ? അപ്പം ഇതിനെ കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ പിന്നെ ഈ ഒരു ഐബ്രോ പെൻസിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ബ്രഷും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇത് വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. ജസ്റ്റ് ഞാനൊന്നിങ്ങനെ ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ. എൻ്റെ ഐബ്രോസ് എടുത്തിട്ടില്ല, ഞാൻ ഷേപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് റെഡി ആകാത്തതുകൊണ്ട് തന്നെ അവിടെ എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഐബ്രോസ് ഇങ്ങനെ ഇല്ലാത്തിടത്തൊക്കെ, ഹെയർ ഇല്ലാത്തിടത്തൊക്കെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ താരം ലോറിയൽ പാരീസിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ പൗഡർ. ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് 140 ഗോൾഡൻ ബേജ് ആണ്. ഇത് എൻ്റെ ശരിയായ ഷെയ്ഡാണോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ഒരു ഊഹം വെച്ചിട്ട്
അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയെടുത്തൊരു ഷെയ്ഡാണിത്. അപ്പോൾ ഇത് ലോറിയൽ പാരീസിന് ഇൻഫെയിലബിൾ 24 hours ഫ്രഷ് വാട്ടർ ഫൗണ്ടേഷൻ ഇൻ എ പൗഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷന് പകരം ഈ ഒരു പൗഡറാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു സ്പഞ്ചും കൂടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കണ്ണാടിയും ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റം ആണിത്. ഈ സംഭവം മാറ്റ് ഫിനിഷാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് നല്ലതായിരിക്കും, കാരണം എക്സ്ട്രാ ഓയിലൊക്കെ അബ്സോർബ് ചെയ്തുപോലോ. പക്ഷേ എക്സ്ട്രീം ഡ്രൈ സ്കിന്നുകാർക്ക് എനിക്കറിയില്ല അത് എങ്ങനെ ഉണ്ടാവുന്നത്. കൊള്ളാം കേട്ടോ. ഇതിൽ ഫുൾ കവറേജ് എന്ന് പറയുന്നുണ്ട്, ഒരു മീഡിയം കവറേജ് ഒക്കെ തരുന്നുണ്ട് സാധനം. ഇതിപ്പോൾ ഞാൻ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല മാറ്റ് ഫിനിഷ് ആണ്. ഫുൾ കവറേജ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു മീഡിയം കവറേജ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് ഐ മേക്കപ്പ് ആണ്. കാര്യമായിട്ട് വലിയ ഐ മേക്കപ്പ് ഒന്നുമില്ല, ഐലൈനറാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് മെബലൈൻ്റെ ഈ ഒരു ഐലൈനറാണ്. ലാക്മിയുടെ ഈ ഒരു ഐ ഷാഡോ സ്റ്റിക്ക് ഞാൻ കാജലിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലൈറ്റായിട്ടാണ് കേട്ടോ ചെയ്തത്. അടുത്ത നമുക്ക് ബ്ലഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഷുഗറിൻ്റെ ഈ ഒരു ബ്ലഷ് സ്റ്റിക്ക് ഉണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് പിങ്ക് പ്രൈം ആണ് കേട്ടോ. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്, അടിപൊളി ഷെയ്ഡായിട്ട്. നല്ലോണം ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഓവറൊന്നുമല്ല, നാച്ചുറലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതിനെ കൊണ്ട്. എൻ്റെ കൈയൊക്കെ വേർത്ത്, പക്ഷെ ഇത് വേർത്തില്ല. കൊള്ളാലോ. സാധാരണഗതിയിൽ സൺസ്ക്രീൻ ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ, എല്ലാ സൺസ്ക്രീനും അല്ല, ചിലത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേർക്കാൻ തുടങ്ങും. ഇത് ഞാനിങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇത് കൊള്ളാം. ഇനി എത്ര അവേഴ്സ് വരെ ഇത് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിപ്പം കൊള്ളാം. ഇനി ലാസ്റ്റ് നമുക്കൊരു ലിപ്സ്റ്റിക്ക് കൂടെ അപ്ലൈ ചെയ്യണം. ഇത് മെബലൈൻ്റെ വിനൈൽ ഇങ്ക് ആ ഒരു എഡിഷനിൽ വരുന്നതാണ്. ഷെയ്ഡ് വന്നിട്ട് സോസിയാണ്. ഇത് എനിക്കിഷ്ടമാണ്. ഇത് സംഭവം കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു ഒട്ടിപ്പിടിക്കുന്ന പോലെ നമുക്ക് തോന്നും, പക്ഷെ ഒന്ന് ഡ്രൈ ആയി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഭയങ്കര ഓവർ ഡ്രൈ ആയിട്ട് അങ്ങനത്തെ ലിപ്സ്റ്റിക്കും അല്ല. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു എന്തോ ഒരു പോലെ ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം ഇത് ഇട്ട് കഴിഞ്ഞാൽ. എന്താ പറയുക, ഇതിൻ്റെ കളറ് നല്ല കളറാണ്, നല്ല ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. ഞാൻ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലുക്ക്. പിന്നെ ഈ ഫൗണ്ടേഷൻ പൗഡറിൻ്റെ ഷെയ്ഡ് എൻ്റെ കറക്റ്റ് ഷെയ്ഡല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം ഇനി സെറ്റാവും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച പ്രൊഡക്റ്റുകളുടെയൊക്കെ ലിങ്ക്സ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാൻ നല്ല വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ.